ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ അവയവ കച്ചവട റാക്കറ്റിലെ കണ്ണികൾക്കായി ബലവിരിച്ചിരിക്കുകയാണ് പോലീസ്. മുഖ്യപ്രതി സാബിത്ത് നാസറിന് പിന്നാലെ ഒരാൾ കൂടി കേസിൽ പിടിയിലായി. എടത്തല സ്വദേശി സജിത് ശ്യാമാണ് അറസ്റ്റിലായത്. അതിനിടെ കേസിൽ മുഖ്യ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കൊച്ചി സ്വദേശി മധു ഇറാനിലാണെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സാബിത്ത് ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഇനിയുള്ള അന്വേഷണം. സാബിത്തിനെ തുടർച്ചയായി വിളിച്ചിരുന്ന 5 പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ്. ഇറാനിലേക്കുള്ള മനുഷ്യക്കടത്തിന് സഹായമൊരുക്കിയത് ഇവരെന്നാണ് സംശയം. കേസിലെ പ്രതി സബിത് നാസർ ഇടനിലക്കാരനല്ലെന്നും മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിയുമായി ബന്ധമുള്ള സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. പിടിയിലാകുന്നതിന് മുൻപ് സബിത്തുമായി 5 പേർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കഴിഞ്ഞ 5 വർഷമായി ഇറാനിൽ താമസിച്ചാണ് സബിത്ത മനുഷ്യക്കടത്ത് നിയന്ത്രിച്ചിരുന്നത്. അതിനാൽ മനുഷ്യക്കടത്തിന് നാട്ടിൽ നിന്ന് സഹായമൊരുക്കിയത് ഈ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കേസിൽ മുഖ്യ പങ്കുണ്ടെന്ന് സബിത്ത മൊഴി നൽകിയ കൊച്ചി സ്വദേശി മധു ഇറാനിലാണെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇയാളുമായി ചേർന്നാണ് സാമ്പത്തിക ഇടപാടുകളടക്കം കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് സബിത്ത നൽകിയ മൊഴി. ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയാണ് പ്രതി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ലഭിച്ചാലേ എത്ര തുകയാണ് ഇയാൾ കമ്മീഷനായി കൈപ്പറ്റിയതെന്ന കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ. വിശദമായ അന്വേഷണത്തിന് ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.